ജമ്മു കാശ്മീരിലെ പെഹൽഗാം അറ്റാക്കിന് ശേഷം പാകിസ്ഥാൻ അവരുടെ എയർ സ്പേസ് ഇന്ത്യൻ എയർലൈൻസിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഡൽഹി തുടങ്ങിയ നോർത്ത് ഇന്ത്യൻ സിറ്റീസിൽ നിന്നും പുറപ്പെടുന്ന ഇന്റർനാഷണൽ സർവീസുകളെല്ലാം തന്നെ ഇത് എഫക്റ്റ് ചെയ്യും. എയർക്രാഫ്റ്റിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള റൂട്ട്സ് എടുക്കേണ്ടി വരും എന്ന് മാത്രമല്ല, അത് ലോങ്ങർ റൂട്ട്സുമായിരിക്കും. യാത്രക്കാരെയും ഇത് സാരമായിട്ട് ബാധിക്കും. കാരണം ലോങ് റൂട്ട്സ് ഫ്ലൈ ചെയ്യുമ്പോൾ എയർക്രാഫ്റ്റിൽ ഫ്യൂവൽ കൂടുതൽ കരുതേണ്ടി വരും. അത് വെയിറ്റ് കൂടുതലാവാനുള്ള കാരണമാവും. അതുകൊണ്ട് തന്നെ എയർ ഫെയർ കൂടാനുള്ള ചാൻസുമുണ്ട്. 8 മുതൽ 12% വരെയാണ് എയർഫെയർ വർദ്ധിക്കുക എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ചിലപ്പോൾ അത് കൂടിയേക്കാം. 15 മിനിറ്റ് മുതൽ 2.5 മണിക്കൂർ വരെ ഫ്ലൈയിങ് ടൈം കൂടാനും സാധ്യതയുണ്ട്, നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ അനുസരിച്ചിട്ട്. നോർത്ത് അമേരിക്ക, UK, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നീ റൂട്ട്സ് ആയിരിക്കും കൂടുതൽ എഫക്റ്റ് ആവുന്നത്. കാരണം ഇങ്ങോട്ട് കൂടുതൽ ലോങ് റൂട്ടായിരിക്കും ഇനി മുതൽ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുക. ഫ്യൂവൽ കൂടുതൽ കരുതുന്ന സമയത്ത് പാസഞ്ചേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ബാഗേജിൻ്റെയോ ലോഡ് കുറയ്ക്കേണ്ടി വരും. അതും എയർലൈൻസിന് നഷ്ടം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയും കൂടുതലാണ്. എയർക്രാഫ്റ്റിൻ്റെ ഓവറോൾ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ പാസഞ്ചേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ബാഗേജിൻ്റെയോ വെയിറ്റ് കുറയ്ക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞത്. വീക്കിലി ഒരു 800 ഫ്ലൈറ്റിനെ ഇത് ബാധിച്ചേക്കാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഇതിൽ 640 ഡിപ്പാർച്ചേഴ്സ് ഡൽഹിയിൽ നിന്ന് മാത്രമുള്ളതാണ്. മുംബൈയിൽ നിന്നുള്ള ലോങ് ആയിട്ടുള്ള റൂട്ട്സ് എല്ലാം തന്നെ ചിലപ്പോൾ എഫക്റ്റ് ആവും. എയർലൈൻസ് ഇപ്പോഴും അവരുടെ സ്കെഡ്യൂൾ പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ. ചില ഫ്ലൈറ്റ്സ് ഒക്കെ എയർലൈൻസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയർലൈൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ സ്കെഡ്യൂൾ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാനും സാധിക്കും. എന്തായാലും ഇന്ത്യൻ ഏവിയേഷന് വലിയൊരു നഷ്ടം തന്നെയാണ് ഈ പാകിസ്ഥാൻ എയർ സ്പേസ് ക്ലോസ് ചെയ്തുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്.